മൂന്നാമത്തെ മെയിനായിട്ടുള്ള ചോദ്യം, നമുക്ക് ബ്ലീഡിംഗ് പ്രശ്നങ്ങൾ, ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. ചില സ്ത്രീകൾക്ക് കോപ്പർ ടി ഇട്ടതിന് ശേഷം ബ്ലീഡിങ്ങും വയറുവേദനയും പീരിയഡ്സ് ടൈമിൽ കൂടുതലായി കാണാറുണ്ട്. അപ്പോൾ കോപ്പർ ടി ഇട്ട് ആദ്യത്തെ ഒരു 3-4 മാസം കഴിഞ്ഞായിരിക്കും പിന്നെ അത് നോർമൽ ആകുന്നത്. ഓൾറെഡി ഇത് ഇടുന്നതിന് മുൻപേ ഇത്തരം ബുദ്ധിമുട്ടുകളുള്ള ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അത് കുറെ കൂടെ കഠിനമാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് സ്റ്റെറിലൈസേഷൻ ആയിരിക്കും ബെറ്റർ ചോയ്സ്. അതേപോലെ തന്നെ ഒരുപാട് മുഴകളൊക്കെ ഉള്ള യൂട്രസ് ആണെന്നുണ്ടെങ്കിൽ ഈ കോപ്പർ ടി യൂട്രസിൻ്റെ അകത്തേക്ക് നിക്ഷേപിക്കുക എന്നുള്ളത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പോഴും സ്റ്റെറിലൈസേഷൻ ആയിരിക്കും ബെറ്റർ ചോയ്സ്. അപ്പോൾ ഈ 3 ചോദ്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഏതായിരിക്കും നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ളത്. പിന്നെ ഓർക്കേണ്ട കാര്യം, ഒരു മെത്തേഡും 100% നമുക്ക് പ്രഗ്നൻസി ഇല്ലാതെ ഉറപ്പ് തരുന്നില്ല. അതായത് കോപ്പർ ടി 1-2% വരെ പരാജയപ്പെടാനും ഈവൻ സ്റ്റെറിലൈസേഷൻ ചെയ്താൽ പോലും ഒരു 0.8% വരെ പരാജയപ്പെടാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. സോ നമ്മളിപ്പോൾ ഈ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും പ്രഗ്നൻ്റ് ആണോ എന്ന് സംശയമുണ്ട്, പ്രഗ്നൻസിയുടെ സിംറ്റംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് നോക്കുന്നത് തന്നെയാണ് നല്ലത്.